വിവിധ ആരാധനകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തേക്ക് നിരവധി കുരുന്നുകളാണ് ഇന്ന് ചുവടുവെക്കുന്നത്. ഇപ്പോൾ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്നും സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, എന്തൊക്കെയായി ഈ ഒരു എഴുത്തിനിരുത്തിന്റെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? അവിടെ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ തിരക്കൊരൽപ്പം കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന അത്ര തിരക്കില്ല. പക്ഷേ കുട്ടികൾ ഇപ്പോഴും ആദ്യാക്ഷരം എഴുതുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്നുണ്ട്. അതായത് ഇനി കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഈ മണ്ഡപത്തിൽ നിന്നും എഴുത്തിനിരുത്ത് ചടങ്ങ് തൊട്ടപ്പുറത്തുള്ള ഓപ്പൺ ഓഡിറ്റോറിയത്തിലേക്ക് മാറും. പിന്നെ ഓഡിറ്റോറിയത്തിലായിരിക്കും ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ്. ആദ്യം ഈ മണ്ഡപത്തിലാണ് ആദ്യാക്ഷര ചടങ്ങുകൾ, വിദ്യാരംഭ ചടങ്ങുകൾ ഇവിടെയാണ് പ്രമുഖർ, അതായത് വിവിധ മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോൾ പോയിട്ടുണ്ട്. നേരത്തെ എ സമ്പത്തും അതുപോലെ തന്നെ വി എസ് ശിവകുമാറും ചാണ്ടി ഉമ്മനും ഉൾപ്പെടെയുള്ളവർ, ബെജു പ്രഭാകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ രാവിലെ ഉണ്ടായിരുന്ന വലിയൊരു തിരക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും കുരുന്നുകൾ ആദ്യാക്ഷരം എഴുതുന്നതിന് വേണ്ടി വരുന്നുണ്ട്. എങ്ങനെയുണ്ട് കുട്ടികൾ? കരച്ചിലാണോ? നന്നായിട്ട് എഴുതുന്നുണ്ട്. കരഞ്ഞാലും അവരുടെ ആ ഒരു മാനസികാവസ്ഥയല്ലേ അത്. കൊച്ചുകുട്ടികളല്ലേ. ഇപ്പോഴും എഴുതിക്കാൻ വരാറുണ്ടോ? ഇപ്പോഴും എഴുതിക്കാൻ വരാറുണ്ട്. ഇപ്പൊ തുടർച്ചയായിട്ട് 3-4-5 വർഷമായിട്ട് എഴുതുന്നു. ദീപ്തി, അകത്ത് നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ കേൾക്കാന്നുള്ളതാണ്. ഈ എഴുതുന്നവരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര കൗതുകത്തോടെയൊക്കെ എഴുതി പോകുന്നുണ്ട്. കരച്ചിലാണെങ്കിൽ അത് അങ്ങേയറ്റത്തെ കരച്ചിലാണ്. അകത്തുനിന്നൊക്കെ നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഇങ്ങനെ കേൾക്കാൻ കഴിയും. ചിലരെയൊക്കെ തന്നെ എഴുത്തിന് എഴുതാതെ ഭയങ്കര നിർബന്ധത്തിൽ പോകാറുണ്ട്. പക്ഷെ കൂടുതലും നമുക്ക് ചിരിച്ച് ഭയങ്കര സന്തോഷത്തോടെ ആദ്യാക്ഷരം എഴുതുന്നവരെയാണ് നമുക്ക് കൂടുതലുമൊക്കെ കാണാൻ കഴിയുന്നത്. അവർ ശ്രദ്ധിച്ചവർ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച, അത് വളരെ മനോഹരമാണ് എന്നുള്ളതാണ്. അവരെ തൊട്ടടുത്തവരുടെ അച്ഛനും അതുപോലെ തന്നെ അമ്മയും ഒക്കെ ഉണ്ട്. അവരുടെ ഈ വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഈ നിമിഷത്തിൽ അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകി അവരോടൊപ്പം തന്നെ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോഴും ആദ്യാക്ഷര ചടങ്ങുകൾ, വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, മറ്റ് ആറ്റുകൾ ദേവീക്ഷേത്രത്തിലും അതുപോലെ തന്നെ ചോറ്റാനിക്കരയിൽ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വിവിധ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വിദ്യാരംഭ ചടങ്ങുകൾ ഇന്നിപ്പോൾ നടക്കുന്നുണ്ട്. ശിശുക്ഷേമ സമിതിയിലെ കുരുന്നുകൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ആദ്യാക്ഷരം പകർന്ന് നൽകുന്നത്. അവിടെ ചടങ്ങുകളൊക്കെ തന്നെ കൃത്യം 8 മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിനോടകം തന്നെ തിരക്കൊക്കെ തന്നെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പൂജപ്പുര സരസ്വതി മണ്ഡപത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാരംഭ ചടങ്ങുകൾ മാത്രമല്ല, മറ്റ് നവരാത്രി ആഘോഷം അത് അതിവിപുലമായിട്ട് കൊണ്ടാടുന്ന ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് വിവിധ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇവിടെ അക്ഷരം എഴുതിപ്പിക്കുന്ന ചടങ്ങ് ഈ മണ്ഡപത്തിലാണ് നടക്കുന്നതെങ്കിൽ തൊട്ടപ്പുറത്ത് നൃത്ത വിദ്യാരംഭം, സംഗീത വിദ്യാരംഭ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതിനായിട്ടെത്തിയ കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. മറുപക്ഷത്ത് അത്തരത്തിലുള്ള വലിയ തിരക്കൊക്കെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ ഈ ദേവിയെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തുന്ന ഭക്തരുടെ ഒരു തിരക്കും നമുക്ക് കാണാമെന്നുള്ളതാണ്. എന്തായാലും കുട്ടികൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സരസ്വതി മണ്ഡപത്തിലേക്ക്. ഭയങ്കര കൗതുകത്തോടെയൊക്കെ തന്നെ വരുന്ന, സന്തോഷത്തോടെയൊക്കെ തന്നെ വരുന്ന കുട്ടികളെയാണ് കൂടുതലും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എവിടെന്നാ വരുന്നേ? എവിടെന്നാ വരുന്നേ? പൂജപ്പുര. എഴുതിയോ? എന്താ എഴുതിയേ? പേരെന്താ? പേരെന്താ? പേര് പറയില്ല. കുട്ടികളൊക്കെ തന്നെ ഭയങ്കര ചിലർക്ക് എന്താ സംഭവം, എന്താ കാര്യം എന്നറിയാതെ ഇങ്ങനെ അമ്പരം എന്നൊക്കെ നിൽക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. അവരെ ഇങ്ങനെ മടിയിലിരുത്തി ഗുരുക്കന്മാർ അവർക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നുണ്ട്. പക്ഷെ എന്താണ് ചെയ്യുന്നത്, എന്താണ് തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നൊന്നും അറിയാതെ ഇങ്ങനെ
ഭയങ്കര ആകാംക്ഷയിലും ഭയങ്കര കൗതുകത്തോടെയും ഒക്കെ നിൽക്കുന്ന കുട്ടികളാണ് ഈ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് സംഭവം എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് എന്നുള്ളത് അവർ ഇന്ന് ഒരുപക്ഷെ അറിയില്ല. കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും അവർ ഈ നിമിഷത്തെയൊക്കെ തന്നെ ഓർത്തെടുക്കുക. ഇവിടെ ഇപ്പോൾ ഈ നിമിഷങ്ങളൊക്കെ തന്നെ പിന്നീട് ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു വെക്കുന്നുണ്ട് അവരുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ. അപ്പോൾ നമുക്ക് തന്നെ അറിയാം എത്രത്തോളം പ്രാധാന്യമുണ്ട്, എത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്നുള്ളത്. ഈ കുട്ടികളൊക്കെ തന്നെ അക്ഷരം എഴുതുന്ന കാണുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ തന്നെ ഇങ്ങനെ വരാറുണ്ട്. ഇവിടെ ഇപ്പോൾ വലിയ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് ദീപ്തി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ കൽമണ്ഡപത്തിലെ വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ ആയിരിക്കും കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യാരംഭ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക. സാധാരണഗതിയിൽ എല്ലാ വർഷവും ശശി തരൂർ MP വിദ്യാരംഭ ചടങ്ങുകൾക്ക് എത്താറുള്ളതാണ്. കുരുന്നുകൾക്ക് ആദ്യാക്ഷരം നൽകാൻ എത്താറുള്ളതാണ്. ഇത്തവണ വരില്ല എന്നുള്ള ഒരു വിവരമാണ് ഇതുവരെയും ലഭിക്കുന്നത്. അതുകൂടാതെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരൊക്കെ തന്നെ ഇതിനോടകം കുട്ടികളെ അക്ഷരം എഴുതിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങി പോയിട്ടുണ്ട്. എന്തായാലും എല്ലാ സ്ഥലങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാ സ്ഥലത്തും രാവിലെ ഉണ്ടായിരുന്ന തിരക്കൊക്കെ മാറി തുടങ്ങിയിട്ട് ഉണ്ട്. അയ്യോ, എവിടെന്നാ? പള്ളിച്ചില്. എഴുതിയോ? പേരെന്താ? എന്താ പേര്? എഴുതിയോ? ആത്മജ. എഴുതിയോ? എന്താ എഴുതിയേ? എന്താ എഴുതിയേ? ഒന്ന് എഴുതിയേ? ഹരിശ്രീ. കരച്ചിലൊന്നും ഉണ്ടായില്ല. ഭയങ്കര സന്തോഷത്തോടെ. എവിടെന്നാ വരുന്നേ? പഞ്ചവിള. അത് ഭയങ്കര അവൻ എഴുതിയ അവർക്ക് ഓർമ്മയുണ്ട് എന്താണെന്ന്. എന്താ എഴുതിയെന്ന് ചോദിക്കുമ്പോൾ ഓമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി എന്താ എഴുതിയെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഇത്തരത്തിൽ ഭയങ്കര സന്തോഷത്തോടൊക്കെ എഴുതി പോകുന്ന കുട്ടികളെ നമുക്ക് കാണാം. അവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ് എന്നുള്ളതാണ്. പേരെന്താ? ഭാമിക. എഴുതിയോ? അക്ഷരം എഴുതിയോ? എന്താ എഴുതിയേ? എന്താ എഴുതിയേ? ABCD ആണോ എഴുതിയത്? വേറൊന്നും എഴുതിയില്ലേ? എഴുതി. കരഞ്ഞൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഭയങ്കര സന്തോഷത്തോടെ എഴുതി. എവിടെ വീട്? എവിടെ? ബൈ. ടാറ്റ. ഭയങ്കര സന്തോഷത്തോടെ എഴുതിയൊക്കെ പോവുകയാണ്. ഇനിയിപ്പോ സ്കൂളിലൊക്കെ പോവാൻ സമയത്ത് ഇതേ സന്തോഷമൊക്കെ ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഇവിടെ ഇപ്പോൾ വലിയ തിരക്ക്, ഞാൻ പറഞ്ഞതുപോലെ തിരക്കൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും കുറച്ച് കുട്ടികളൊക്കെ തന്നെ ഇപ്പോഴും അക്ഷരം എഴുതുന്നതിന് വേണ്ടിയിട്ട് സരസ്വതി മണ്ഡപത്തിലേക്ക് എത്തുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൽമണ്ഡപത്തിലെ വിദ്യാരംഭ ചടങ്ങുകളൊക്കെ തന്നെ അവസാനിക്കും. പിന്നീട് തൊട്ടപ്പുറത്തുള്ള ഓഡിറ്റോറിയത്തിലായിരിക്കും വിദ്യാരംഭ ചടങ്ങുകളൊക്കെ തന്നെ ഉണ്ടാവുക. സമ്പത്ത് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും കുരുന്നുകൾക്ക് ആദ്യാക്ഷരം എഴുതി നൽകുന്നുണ്ട്. വിവിധ കോളേജ് അധ്യാപകരും അതുപോലെ തന്നെ കലാ സാംസ്കാരിക സാഹിത്യ മേഖല, രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഇവിടെ കുട്ടികളെ ആദ്യാക്ഷരം എഴുതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പതിവ് പോലെയല്ല, ഇപ്പോഴും പതിവ് പോലെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി വിദ്യാരംഭ ചടങ്ങുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നവരാത്രി ആഘോഷം നടക്കുകയാണ് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചടങ്ങുകൾ ഇവിടെ നടക്കുമെന്നുള്ളതാണ്. സാധാരണ 9 ദിവസത്തെ ആഘോഷ പരിപാടികളാണ് നവരാത്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇത്തവണ അത് 11 ദിവസമായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇന്നിപ്പോൾ വിദ്യാരംഭം നടക്കുന്നത്. കുട്ടികൾ ആദ്യാക്ഷരം എഴുതാൻ എത്തുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ വിദ്യാരംഭ ദിവസം നമുക്ക് എവിടെയും എല്ലായ്പ്പോഴും കാണാൻ കഴിയുന്നത്. ആ പതിവ് ഒട്ടും തെറ്റാതെ ഇത്തവണയും അത്തരത്തിൽ കുരുന്നുകളുടെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസം അത് ഇന്നും പതിവ് പോലെ മനോഹരമായിട്ട് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ദീപ്തി. സൂര്യ, അതുപോലെ തന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുസ്തകം ആയുധമടക്കം പൂജയ്ക്ക് വെച്ചിരുന്നു. അത് പുസ്തകം പൂജയ്ക്ക് വെച്ചത് തിരിച്ചെടുക്കുന്ന ചടങ്ങുകളെല്ലാം പുരോഗമിക്കുന്നുണ്ടോ? അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ക്ഷേത്ര നടയിലെ പൂജ വെയ്പ്പെടുക്കുന്നതോടു കൂടിയാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പുലർച്ചെ ഇവിടെ ഇപ്പോൾ 5:15 മണിയോട് കൂടിയാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു മുൻപ് തന്നെ ക്ഷേത്ര നടയിലെ പൂജ ായിരുന്നു. ഈ ക്ഷേത്രത്തിൽ വീടുകളിലും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലും പൂജ വയ്ക്കുന്നവരുണ്ട്.
ഇവിടെ മണ്ഡപത്തിൽ വലിയ തിരക്കാണ് നമുക്ക് ഈ ദിവസങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്. ഇവിടെ ക്ഷേത്രത്തിൽ തന്നെ പുസ്തകങ്ങളൊക്കെ ആയിട്ട് പൂജ വയ്ക്കാൻ എത്തുന്നവരുണ്ട്. അവരൊക്കെ മറുപക്ഷത്ത് അവരുടെ ആ പുസ്തകങ്ങളൊക്കെ തന്നെ പൂജ വെപ്പ് എടുത്തതിന് ശേഷം കൊണ്ടുപോകുന്ന ഒരു തിരക്കുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഈ കൽമണ്ഡപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യാക്ഷരം കുറിക്കുന്ന കുരുന്നുകളെ ആണെങ്കിൽ തൊട്ടപ്പുറത്ത് സംഗീത വിദ്യാരംഭം നടക്കുന്നുണ്ട്. സംഗീതത്തിന്റെ ലോകത്തേക്ക് ആദ്യമായിട്ട് കടന്നു ചെല്ലുന്ന കുട്ടികൾ അവിടെ സംഗീത വിദ്യാരംഭത്തിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ നൃത്ത വിദ്യാരംഭം നടക്കുന്നുണ്ട്. നൃത്തത്തിന്റെ ആദ്യ ചുവടുകൾ പഠിക്കുന്നതിന് മുൻപ് അതിന്റെ വിദ്യാരംഭത്തിന് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള കുട്ടികൾ മറുപക്ഷത്തുണ്ട്. അതുകൂടാതെ ഞാൻ പറഞ്ഞതുപോലെ നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുന്ന കുട്ടികൾ ഉണ്ട്. അവരുടെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ഭക്തർ ഉൾപ്പെടെ ഉണ്ട്. തൊഴുവാനെത്തുന്ന ഭക്തരുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പൂജപ്പുരയിലെ നവരാത്രി ആഘോഷ പരിപാടികൾ. അത് എത്തരത്തിലായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ. അതിവിപുലമായിട്ടാണ് നവരാത്രി ആഘോഷ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ പൂജപ്പുരയും സരസ്വതി മണ്ഡപവും അതുപോലെ തന്നെ പൂജപ്പുര ക്ഷേത്രവും ഒക്കെ ആകെ മൊത്തത്തിൽ അതിന്റെ നിറമൊക്കെ മാറിയിരിക്കുന്നു. വലിയ ദീപാലങ്കാരങ്ങളും ഉത്സവത്തോടനുബന്ധിച്ചുള്ള മേളയും ഒക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ എല്ലാത്തിന്റെയും കൂടിയുള്ള ഒരു തിരക്കാണ് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ വിദ്യാരംഭ ചടങ്ങുകൾക്ക് ശേഷം നവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ഇവിടെ ബാക്കി തുടരും എന്നുള്ളതാണ്. ഈ സരസ്വതി മണ്ഡപം അല്ലെങ്കിൽ പൂജപ്പുര സരസ്വതി ക്ഷേത്രം നേരത്തെയൊക്കെ ഈ വിദ്യാരംഭ ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ നവരാത്രി ആഘോഷത്തിന് മാത്രം തുറക്കുകയും അത്തരത്തിലുള്ള പൂജകൾ മാത്രം ചെയ്തു പോരുകയും ചെയ്ത ഒരു ക്ഷേത്രമായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ വിശേഷപ്പെട്ട എല്ലാ ദിവസങ്ങളിലും തുറക്കുകയും ഭക്തർക്ക് വിശേഷപ്പെട്ട ചടങ്ങുകളും പൂജകളും ഒക്കെ ചെയ്യാനൊക്കെയുള്ള അവസരം ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും നവരാത്രി എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യേകതയുള്ള പ്രത്യേക പൂജകളൊക്കെ തന്നെ നടക്കുന്ന ഒരു ദിവസമാണ്. ഈ നവരാത്രി കാലത്താണ് കന്യാകുമാരി ജില്ലയിലെ തക്കല കുമാരകോവിലിൽ നിന്ന് വെള്ളിക്കുതിരയുടെയും അതുപോലെ തന്നെ മുരുകന്റെയും പ്രതിഷ്ഠാ കാവടിയുമായി കാവടി കൊണ്ടുവന്ന സരസ്വതി മണ്ഡപത്തിൽ ഇരുത്തി പൂജ ചെയ്യുന്ന ചടങ്ങ് ഉള്ളത്. അത് ഇപ്പോഴും ആ ചടങ്ങ് തുടർന്നു പോകുന്നു എന്നുള്ളതാണ്. പൂജാശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൂടി സന്ദർശിച്ചാണ് അവർ തിരികെ മടങ്ങിപ്പോകുന്നത്. ഇത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള അവസാന ഘട്ട ചടങ്ങുകളൊക്കെ തന്നെ തുടങ്ങുക. ആ സമയത്ത് വലിയ തിരക്കാണ് ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെടുക. കാരണം വലിയ ഘോഷയാത്രയോട് കൂടിയാണ് ഈ പ്രതിഷ്ഠകളൊക്കെ തന്നെ സരസ്വതി മണ്ഡപത്തിലേക്ക് വരുന്നത്. അതിനുശേഷം അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകും. ആ സമയത്ത് വലിയ തിരക്കും വലിയ ആഘോഷവും ഒക്കെയാണ് നടക്കുന്നത്. ഈ വിദ്യാരംഭ ചടങ്ങുകൾക്ക് ശേഷമാണ് അത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക. ഇതിപ്പോൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വരുന്ന കുട്ടികളെയാണ് ഇവിടെ എഴുത്തിലിരുത്തുന്നത്. അങ്ങനെ അത്തരത്തിൽ 1500ഓളം കുരുന്നുകൾ സരസ്വതി മണ്ഡപത്തിൽ മാത്രം ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ. ഇപ്പോൾ പറവൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും വിനയ രാജ് ചേരുന്നു. വിനയ, ഈ ഒരു എഴുത്തിനെടുത്തുന്ന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും ഇപ്പോഴും വിദ്യാരംഭം പുരോഗമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കുട്ടികളടക്കം ഇപ്പോഴും ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടിയും മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും അത്രത്തോളം തിരക്കുകളുണ്ട്. നിരവധി ഈ വിദ്യാരംഭം കുറിക്കുന്നവർ മാത്രമല്ല, ദേവിയെ തൊഴുവാൻ വേണ്ടി എത്തിയിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. വലിയ രീതിയിലുള്ളൊരു ക്യൂ തന്നെയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ പ്രധാനമായും ഈ വിജയദശമി ദിനത്തിൽ സരസ്വതി ദേവിയെ പൂജിക്കുന്നത് അല്ലെങ്കിൽ സരസ്വതി ദേവിയെ കാണുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവിയെ കാണുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ ദിവസം ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള കുരുന്നുകളാണ്. പക്ഷെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വലിയ വാശിയൊന്നും ഇപ്പോൾ ഇല്ല. ഈ പണ്ടത്തെ പോലെ നമ്മൾ ഈ പണ്ടൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഈ വിദ്യാരംഭ ദിവസമൊക്കെ കുട്ടികൾ ഫുള്ള് കരച്ചിലും ബഹളവും അടിയും പിടിയൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ അത്രയ്ക്കില്ല. ചെറിയ 1-2 കുരുന്നുകൾ മാത്രമേ ഇങ്ങനെ വാശി പിടിക്കുന്നുള്ളൂ. മറ്റു കുരുന്നുകളെല്ലാം തന്നെ വളരെ ആകാംക്ഷയോടെയാണ് ഈ വിദ്യാരംഭ ദിനത്തിൽ ഇരിക്കുന്നത്. പറഞ്ഞു തീർന്നില്ല, അപ്പൊക്കെ ഒരു വാശിക്കുരുന്നിനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും
നിരവധിയായിട്ടുള്ള കുരുന്നുകൾ ഇതിനോടകം തന്നെ ഈ ആദ്യാക്ഷരം കുറിച്ചിട്ടുണ്ട്. വിദ്യാരംഭ ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ചിട്ടുണ്ട്, അറിവിന്റെ ലോകത്തേക്ക് കടന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഈ കുട്ടികളെ മാത്രമല്ല കുട്ടികളുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സരസ്വതി ദേവിയുടെ മുന്നിൽ വെച്ച് തങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ കുട്ടിക്ക് ഇത്തരത്തിൽ വിദ്യാരംഭം അല്ല ആദ്യാക്ഷരം എഴുതണം, അറിവിന്റെ ലോകത്തേക്ക് കടത്തിവിടണം എന്നതൊക്കെ തങ്ങളുടെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമാകുന്നതെന്നാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാലും ഇപ്പോഴത്തെ ഗുരുക്കന്മാരൊക്കെ ഭയങ്കര ടെക്നോളജിയിലെ ആൾക്കാരാണ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കുട്ടികളെ കരയുന്ന കുട്ടികളെ അടക്കുന്നതിന് വേണ്ടി അവർ മിഠായി ഒക്കെ കരുതിയിട്ടുണ്ട്. ഇത് എത്ര വർഷമായി ചേട്ടാ ഇവിടെ നിൽക്കുന്നു? എന്തോ 4 വർഷം. ഞാനിപ്പോ അധ്യാപകനാണ്. ഞാനിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി വന്ന് കരഞ്ഞപ്പോൾ മിഠായി എടുത്തു കൊടുത്തത്. ഈ കുട്ടികൾ കരയുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് മിഠായി ഒക്കെ കരുതി വെച്ചിട്ടുണ്ടോ? ഉണ്ട്. അതെങ്ങനെയാ അപ്പൊ ഈ ഒരു അറിവ് വന്നത്? മിഠായി മധുരം കൊടുക്കണമല്ലോ കുട്ടികൾക്ക്. മിഠായി കൊടുത്ത കുട്ടികൾ വളരെ പെട്ടെന്ന് റിലാക്സ് ആവുമല്ലോ പിള്ളേര്. അതിന്റെ കരയുന്ന കുട്ടികൾക്ക് മിഠായി കൊടുത്താൽ കുറച്ചൊന്ന് സമാധാനാവും. തീർച്ചയായും എല്ലാവർക്കും കൊടുക്കും. കരയുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കും മിഠായി. ഈ ആദ്യാക്ഷരം ഈ കുരുന്നുകൾ ആദ്യാക്ഷരം എഴുതുന്നതും നിങ്ങളുടെ മടിയിലിരുന്ന് തളികയിലുള്ള അരിയിൽ ആദ്യാക്ഷരം പകർന്നു നൽകുന്നു. അപ്പൊ എങ്ങനെ എന്തായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം? അത് വിദ്യ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇത് തന്നെയല്ലേ. ദേവിയുടെ ഈ ക്ഷേത്ര സന്നിധിയിൽ ദേവിയുടെ അനുഗ്രഹത്താൽ കുഞ്ഞുങ്ങൾക്ക് വിദ്യ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞാൻ കാണുന്നു. അതെ, ദേവിയുടെ മുന്നിൽ കുട്ടികൾക്ക് അറിവ് കൊടുക്കുക എന്ന് പറയുന്നത് പുണ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് 18ഓളം ഗുരുക്കന്മാരാണ് ഈ സന്നിധിയിൽ ദേവീ സന്നിധിയിൽ ആദ്യാക്ഷരം പകർന്നു നൽകുന്നതിന് വേണ്ടി കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ഇത്തവണ തിരക്ക് ഉണ്ട്, ഇത്തവണ നല്ല തിരക്കുണ്ട്. രാവിലെ 5 മണിയോട് തുടങ്ങിയതാണ്. 5 മണി സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. കുട്ടികളെ ആദ്യാക്ഷരം എഴുതിക്കുന്നതിൻ്റെ ഭാഗമായിട്ടെല്ലാം തിരക്കുകളുണ്ടായിരുന്നു. ഇപ്പോഴാണ് തിരക്കിന് ചെറിയ ഒരു ശമനം വന്നിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. കാരണം വാശി പിടിക്കുന്ന കുരുന്നുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരെ എങ്ങനെ ആശ്വസിപ്പിക്കാം, ചിരിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്നു, മിഠായി കൊടുത്തുകൊണ്ട് ആശ്വസിപ്പിക്കുന്നു. എങ്ങനെയൊക്കെ ഒരു ഗുരു എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കാരണം അവരെ എങ്ങനെയെങ്കിലും ആദ്യാക്ഷരം എഴുതിപ്പിക്കണം, അതിനവരെ ആശ്വസിപ്പിക്കേണ്ടതുണ്ട്, കരയുന്ന കുട്ടികളെ ആശ്വസിപ്പിക്കേണ്ടതുണ്ട്. അതാണ് ഈ ഗുരുക്കന്മാരടക്കം ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ചെറിയൊന്നല്ല, വലിയ വാശിയാണ്. അവരെ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ കുട്ടികളെ സമാധാനിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് അറിയുന്നതുമാണ്, വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ള ആളുകൾക്ക് അതൊക്കെ അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഈ വിദ്യാരംഭം തന്നെയാണ്. ഈ വിദ്യാരംഭ ദിനത്തിൽ കുറച്ച് വാശി കാണിച്ചാലും അവരെ ഈ അറിവിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകുക എന്നതും മാതാപിതാക്കളെ പോലെ തന്നെ ഗുരുക്കന്മാരെ പോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയും ദിവസം ഉണ്ടാകും, പക്ഷേ ഈ വിദ്യാരംഭ ദിനത്തിൽ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു കൊടുക്കുന്നത് അല്ലെങ്കിൽ വിദ്യാരംഭ ദിനത്തിലാണ് ഈ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നത്. ഇവിടെ ഭയങ്കര വാശിയാണ്. ഞങ്ങൾ എഴുതില്ല, ഞങ്ങൾ എന്ത് ചെയ്താലും എഴുതില്ല എന്നുള്ള ഒരു വാശിയൊക്കെയാണ് കാണാൻ സാധിക്കും. വേണ്ട, എനിക്ക് എഴുതണ്ട എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എങ്ങനെയെങ്കിലും എഴുതിപ്പിക്കാനുള്ള അമ്മയുടെയും ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചേട്ടാ ഭയങ്കര എഴുതില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ വാശി. എഴുതിക്കാനുള്ള എല്ലാതും നോക്കുന്നുണ്ട്. ഭയങ്കര വാശിയായിട്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞുള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അധികം വാശിയില്ലെന്ന് പറഞ്ഞുള്ളൂ. പക്ഷെ അപ്പൊ തന്നെ നമുക്ക് വാശി എന്താണെന്നുള്ളത് കുട്ടികൾ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും പറയുന്നു, ഞാൻ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം നിരവധി വിദ്യാർത്ഥികൾ നിരവധി കുരുന്നുകൾ കരയുന്നതൊന്നും കണ്ടില്ല. ഇടയ്ക്കും തലയ്ക്കും മാത്രമേ കുരുന്നുകൾ കരയുന്നത് കണ്ടുള്ളൂ. ബാക്കി എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെയാണ് ഈ ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നതും ആദ്യാക്ഷരം കുറിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കൗതുകമാണ്. എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. അച്ഛനും അമ്മയുണ്ട്. അച്ഛനും അമ്മയുടെ മടിയിലിരിക്കുന്നു, ചിലർ ഗുരുക്കന്മാരുടെ മടിയിലിരിക്കുന്നു. ഗുരുക്കന്മാരുടെ മടിയിലുള്ള തളികയിലുള്ള അരിയിൽ ആദ്യാക്ഷരം പകരുന്നു. ആദ്യാക്ഷരം പകർന്നുകൊണ്ട് അവർ അറിവിന്റെ ലോകത്തേക്ക് കടക്കുന്നു. ആദ്യാക്ഷരം എന്നാൽ അറിവെന്നാണല്ലോ അർത്ഥം. സരസ്വതി ദേവിയുടെ ദിനത്തിൽ ആദ്യാക്ഷരം കുറിക്കുമ്പോൾ അത് സരസ്വതി ദേവിയുടെ മുമ്പിൽ തന്നെ ആദ്യാക്ഷരം കുറിക്കുമ്പോൾ ഈ
മറ്റ് അല്ലെങ്കിൽ മാതാപിതാക്കളെ പോലെ തന്നെ ഈ കുട്ടികൾക്കും അത് വലിയ രീതിയിലുള്ള ഒരു ഐശ്വര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഇവിടെ ഈ ആദ്യാക്ഷരം കുറിക്കുന്ന വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് അധിക സമയമായി 5 മണിക്ക് തുടങ്ങിയ ആദ്യാക്ഷരം അല്ലെങ്കിൽ വിദ്യാരംഭം കുറിക്കലാണ് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടും ഇപ്പോഴും കുട്ടികൾ കുരുന്നുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന വിദ്യാരംഭത്തിലുള്ള അല്ലെങ്കിൽ ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും കുരുന്നുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെ തന്നെ ഭക്തരുടെ സാന്നിധ്യവും ഏറെ കൂടുതലാണ്. കാരണം ഈ വിജയദശമി ദിനത്തിൽ ഈ ആദ്യാക്ഷരം കുറിക്കുന്നവർ മാത്രമല്ല, സരസ്വതി ദേവിയെ അറിവിന്റെ ദേവിയായിട്ടാണ് സരസ്വതി ദേവിയെ കാണുന്നത്. ഈ സരസ്വതി ദേവിയെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന ആളുകളും കൂടുതലാണ്. വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ്, ഭക്തജന തിരക്ക് തന്നെയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ വിജയദശമി ദിനങ്ങളിലടക്കം ഈ സരസ്വതി ദേവി ക്ഷേത്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്കുണ്ടാവുക. കാരണം അറിവിന്റെ ദേവതയായിട്ടാണ് സരസ്വതി ദേവി അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാരംഭ ദിവസമാണ് ഏറ്റവും കൂടുതൽ തിരക്കുകൾ അനുഭവപ്പെടുക. അതും സരസ്വതി ക്ഷേത്രങ്ങളിൽ തിരക്കുകൾ അനുഭവപ്പെടുന്നതും ഈ ദിവസങ്ങളിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോഴും നമ്മുടെ പൊന്ന് കരച്ചിൽ നിർത്തിയിട്ടില്ല. ഇപ്പോഴും ബലം പ്രയോഗിച്ച് എഴുതിക്കേണ്ട അവസ്ഥയിലേക്കടക്കം എത്തിയിട്ടുണ്ട്. കാരണം വിട്ടുകൊടുക്കുന്നില്ല. മൂപ്പര് കരയുവാണ്, എനിക്ക് എഴുതണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിർബന്ധിച്ച് അച്ഛനും അമ്മയെല്ലാം നിർബന്ധിച്ച് ഇപ്പോൾ കുട്ടിയെ ആദ്യാക്ഷരം എഴുതിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഗുരുവിന്റെ മടിയിലുള്ള തളികയിലെ അരിയിലാണ് ആദ്യാക്ഷരം എഴുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ആദ്യാക്ഷരം എഴുതുന്ന കുരുന്നാണെങ്കിലോ നല്ല കരച്ചിലാണ്, നല്ല രീതിയിലുള്ള കരച്ചിൽ കരയുന്നുണ്ട്, നല്ല രീതിയിലുള്ള വാശിയുണ്ട്. എന്നാൽ പലരും ഇപ്പോഴും അല്ലെങ്കിൽ പല കുരുന്നുകളും ഇപ്പോഴും ഈ വാശിയൊന്നുമില്ലാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരക്ക് നല്ല പോലെ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴും ഇത്രയും സമയമായി, പക്ഷേ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേവി കാണുന്നതിന് വേണ്ടിയുള്ള തിരക്ക് തന്നെയാണ് നമുക്ക് ഈ സ്ഥലങ്ങളിലടക്കം കാണാൻ സാധിക്കുന്നത്. 18ഓളം ഗുരുക്കന്മാരാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്കറിയാം. എത്ര വർഷമായി ഇപ്പോൾ? ഞാനിവിടെ 5ാമത്തെ വർഷമാണ്. ഞാൻ പെരുമ്പാവൂർ അമ്പലത്തിൽ കെട്ടിറക്കുന്ന പെരിയസ്വാമിയാണ്. എൻ്റെ പേര് മോഹൻസ്വാമി മലയാറ്റൂർ. ഞാൻ പന്തളം കൊട്ടാരത്തിലാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണെന്ന്. ഇന്ന് വിദ്യാരംഭം കുറിക്കുന്ന എല്ലാ കുട്ടികൾക്കും, ലോകത്തിലുള്ള എല്ലാ കുട്ടികളും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ജാതിഭേദ ഭേദമന്യേ നടക്കുന്ന ഒരു പുണ്യകർമ്മമാണ്, ഒരു യജ്ഞമാണ്, വേണമെങ്കിൽ ഒരു യജ്ഞമാണെന്ന് പറയാം. അത്ര പുണ്യശ്രേഷ്ഠ ദിവസമാണ് ഈ വിദ്യാരംഭം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഓം ഗുരുഭ്യോ നമ, ഓം ഗംഗണപതേ നമ, ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേസത. പിന്നെ ഓം ശ്രീ ഹരിശ്രീ ഗണപതായ നമാന്ന് നാവിൻ തുമ്പിൽ എഴുതിയിരിക്കുക. അവരെ വിദ്യാഭ്യാസ ഉന്നമനത്തിനും ബുദ്ധിവികാസത്തിനും എല്ലാത്തിനും ഇവിടെ നിന്നുള്ള കഷായം, അതുപോലെ തന്നെ സാരസ്വതകൃതം നെയ്യ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുക. സ്വാമിയെ ശരണമയ്യപ്പ. ഈ ഗുരുക്കന്മാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം അവരുടെ മടിയിൽ ഇരുന്നൊരു കുട്ടി ഈ ആദ്യാക്ഷരം കുറിക്കുക എന്ന് പറയുന്നത് ഗുരുക്കന്മാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അത്രത്തോളം ആഗ്രഹിച്ചു വരുന്നവരാണ് പലരും. വർഷങ്ങളായി ഈ കുരുന്നുകൾക്ക് വിദ്യാരംഭം അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്നതിന് വേണ്ടി എത്തുന്ന ഗുരുക്കന്മാരുണ്ട്. വർഷങ്ങളായി എത്തുന്ന ആളുകളെ അടക്കം നമ്മൾ കാണുന്നതാണ്. പലർക്കും 5 വർഷമായി, അതിൽ കൂടുതൽ വർഷം ആയി അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷമുള്ള ആളുകളടക്കം തന്നെ കുരുന്നുകൾക്ക് വേണ്ടി ഇവിടെ എത്തുന്നുണ്ട്. വിദ്യ എന്നാൽ ആരംഭം എന്നാണല്ലോ അർത്ഥം. അതിനുവേണ്ടി തന്നെ ഈ കുരുന്നുകളുടെ ആദ്യ പടി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലേക്കുള്ള അറിവിലേക്കുള്ള ആദ്യ പടി എന്നോണമാണ് ഈ വിദ്യാരംഭത്തെ നമ്മൾ കാണുന്നത്. ആ വിദ്യാരംഭ ദിവസം കുരുന്നുകൾ ഈ ആദ്യാക്ഷരം കുറിക്കുകയാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ ആ കുരുന്നുകളെ സംബന്ധിച്ചാണെങ്കിൽ അടക്കം നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത്, നല്ലതാണ് എന്നാണ് ഉള്ളത്. എനിക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് തോന്നുന്നത് ഇപ്പോൾ ഞാനും ഒന്ന് പോയി കഴിഞ്ഞാൽ ആദ്യാക്ഷരം എഴുതിയാലോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അത് എഴുതാനുള്ള ഇതില്ല. കാരണം നമ്മൾ അത്യാവശ്യം നല്ല വലിയ കുട്ടിയൊക്കെ ആയി, അതുകൊണ്ട് നമുക്ക് അതൊന്നും എഴുതാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴാണ് ഒന്ന് എഴുതിയ കൊള്ളായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. പലരും തളികയിലാണ് എഴുതുന്നത്, പലരും നാവിലാണ് എഴുതി കൊടുക്കുന്നത്, ആദ്യാക്ഷരം എഴുതി കൊടുക്കുന്നത്. നാവിൽ എഴുതിയതിന് ശേഷം പിന്നീട് അത് തളികയിലുള്ള അരിയിൽ ആദ്യാക്ഷരം കുറിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും അധികം ഒരു കുരുന്ന്
ഇരുന്ന് വാശിയില്ലാതെ എഴുതുന്നുണ്ട്, മറ്റൊരു കുരുന്ന് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. രണ്ടും അല്ലെങ്കിൽ ചിരിക്കുന്ന ആളുകളുമുണ്ട്, കരയുന്ന ആളുകളുമുണ്ട്. ചിരിച്ചും കളിച്ചും കരഞ്ഞും ഒക്കെയാണ് ആദ്യാക്ഷരം എഴുതുന്നത്. അറിവിന്റെ ലോകത്തേക്ക് ഈ കുരുന്നുകൾ പോകുന്നത്. തിരക്ക് ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാരംഭത്തിനുള്ള തിരക്കുകളടക്കം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 മണിക്ക് ആദ്യാക്ഷരം കുറിക്കുവാനായി നിരവധി കുരുന്നുകളാണ് ഈ ക്ഷേത്രങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാതെയാണ് പലരും ഈ ഒരു ആദ്യാക്ഷരം കുറിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത തന്നെ നമുക്ക് പറയുന്നത്. സംസ്ഥാനത്തെ വിവിധ ആരാധനകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഇപ്പോൾ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്നും സൂര്യഗായത്രിയും പറവൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും വിനയ രാജുമാണ് വിവരങ്ങൾ നൽകിയത്. सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि. ഇടവേള.